നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് സുഖിക്കാനാണെന്നല്ലോ പറയപ്പെടുന്നത്. നമ്മൾ ഈ ദുരിതം അവിടെ അറിയാതെ എങ്ങനെയാണ് ഇത് സുഖിക്കുവാണെന്ന് നമുക്ക് സുഖമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് അവിടെ വെച്ച്. അവിടെ സുഖമാണെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് സ്വർഗത്തിൽ സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിൽ മനസ്സും ബുദ്ധിയും എല്ലാം ഉണ്ട്. അപ്പോൾ ആ മനസ്സിലാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് സൂക്ഷിക്കുന്നത്. കണ്ണുകൊണ്ടും കണ്ടറിവും, ചെവി കൊണ്ട് കേട്ടറിവും, നാക്കുകൊണ്ട് രുചിച്ചറിവും, തൊക്കുകൊണ്ട് സ്പർശിച്ചറിവും, ഇതെല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുക എന്നുള്ളതാണ് സന്തോഷം. അപ്പൊ അവിടെ എന്താഗ്രഹിച്ചാലും അതുപോലെ ആവുക. നീ ഇപ്പൊ എന്താഗ്രഹിച്ചാലും, നീ സഞ്ചരിക്കുമ്പോൾ തോന്നാം എനിക്ക് കപ്പലിൽ പോകണം, ഉടനെ നീ കപ്പലിലുമായി കടലിലുമായി സഞ്ചരിക്കുക. അപ്പൊ തന്നെ നിനക്ക് തോന്നുവാണ് ആകാശത്തോടെ ഫ്ലൈറ്റിൽ വേറൊരു ഗ്രഹത്തിൽ പോയി താമസിക്കണം. ഉടനെ ഫ്ലൈറ്റ് വന്നു നിന്നെ കയറ്റി നിന്നെ വലിയ ആളാക്കി കൊണ്ടുപോയി സ്പേസിൽ ഇറക്കുക. അപ്പൊ ആഗ്രഹങ്ങൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും സന്തോഷം. അതിന്റെ അപ്പുറത്തും സന്തോഷം ഒരു ലോകത്തുമില്ല. അവനവന്റെ ആഗ്രഹങ്ങൾ നടപ്പാകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സുഖമോ ദുഃഖമോ എന്നുള്ള വിഷയം വന്നില്ല. ആഗ്രഹങ്ങൾ നടക്കാകുമ്പോൾ, അവനവൻ ആഗ്രഹിച്ചത് നടക്കുമ്പോൾ അതിൽ സന്തോഷമുണ്ട്. സ്വന്തം നീ ആഗ്രഹിച്ചതെല്ലാം നടക്കുമ്പോൾ അതിന് സന്തോഷമില്ലേ? അപ്പൊ ആഗ്രഹങ്ങൾ മുഴുവനും അവിടെ സ്വർഗത്തിൽ നടപ്പാവുക. അതാണ് സ്വർഗത്തിലെ സന്തോഷം. അല്ലെ, ദുരിതം വന്ന് സുഖം അനുഭവിക്കുന്ന സന്തോഷം വേണ്ട.